ET ടോക്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓഹരി പഠന CEO നിഖിൽ മാത്യു. നമസ്കാരം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ലൈവ് ട്രേഡിംഗ് വീഡിയോ കാണിച്ച് ലക്ഷങ്ങൾ നേടുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആളുകൾ വീഡിയോ പുറത്തിറക്കാറുണ്ട്. ഇത് കണ്ട് നിരവധി കണക്കിന് ആളുകൾ ട്രേഡിങ്ങിലേക്ക് ചാടി വീഴാറുണ്ട്. അവരോട് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാറുള്ളത്? നിരവധി വീഡിയോസ് ഞാനും ആക്ച്വലി യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഇതേപോലെ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. അതിനുള്ളിൽ രണ്ട് വസ്തുതയുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ചില ആൾക്കാർ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം മാത്രം വീഡിയോസ് ഇടുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിൽ അട്രാക്റ്റീവായിട്ട് കുറേ ആൾക്കാർ പോയി ട്രേഡ് ചെയ്യുകയും അതുവഴി വലിയ പൈസ നഷ്ടപ്പെടുത്താറുമുണ്ട്. അത് ചിലപ്പം അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം, കൂടുതൽ ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി അതേപോലെ റെഗുലറായിട്ട് വീഡിയോ ഇട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പം ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ജേർണി എന്ന് പറയുന്നത്, അവർ ഒത്തിരി വർഷം മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാ ട്രേഡേഴ്സിനും ഒരു സൈക്കിൾ ഉണ്ട് മാർക്കറ്റിൽ. ഒരു ഇനീഷ്യൽ ഒരു വിന്നിങ് പീരീഡ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ കൂടുതൽ ക്യാപിറ്റലിൽ കൂടുതൽ പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മൾ പിന്നെ ചെറിയ ചെറിയ നഷ്ടത്തിലോട്ട് പോയി ഒരു വലിയൊരു ലൂസിങ് പീരീഡ് ഉണ്ടാവും. പിന്നെയാണ് ഒരു ട്രേഡർ ബ്രേക്ക് ഈവൺ ആകുന്നത്, പിന്നെയാണ് സക്സസ് ആകുന്നത്. പല ആൾക്കാർക്ക് അവരുടെ ഡിസിപ്ലിൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് ആ ഒരു പീരീഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 6-7 വർഷം എടുത്തു ഞാൻ ആ ഒരു ബ്രേക്ക് ഈവൻ പീരീഡിലോട്ട് വരാൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒത്തിരി ഇൻഫർമേഷൻസും ഗൈഡ് ചെയ്യാനൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് മേ ബി 6 മാസം കൊണ്ട് എത്തുന്നവരുണ്ട്, 1 വർഷം കൊണ്ട് എത്തുന്നവരുണ്ട്, ചില ആൾക്കാർ 3-5 വർഷം എടുക്കും. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 5-6 വർഷത്തെ സ്ട്രഗിളിന് ശേഷം സക്സസ് ആയതിൻ്റെ ബലമാണ് ഈ കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനർ ഇതിലോട്ട് വരുമ്പോൾ അതിൽ അട്രാക്റ്റീവായിട്ട് അവരെ പോലെ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത്തരം വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കി പഠിക്കുക. എന്നിട്ട് വളരെ ചെറിയൊരു ക്യാപിറ്റലിൽ വളരെ ചെറിയൊരു റിസ്ക് എടുത്ത് ട്രേഡ് എടുക്കുക. അപ്പം അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഗുണം എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ബിഗിനർക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ അതിൽ അട്രാക്റ്റീവായി ഗ്രീഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ക്യാപിറ്റൽ പോകാനുള്ള സാധ്യതയുണ്ട്. സ്ക്രീനിൽ പണം വരികയും പോവുകയും ചെയ്യുമല്ലോ ഈ ട്രേഡിങ്ങിൻ്റെ ഇടയിൽ. അപ്പം അതൊരു വലിയ ടെൻഷൻ ആയിരിക്കുമല്ലോ. ഈ സമ്മർദ്ദത്തെ നമുക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഒരു ഇൻട്രാഡേ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് അത് പോസിബിൾ അല്ല. നമ്മൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഒരു കാര്യം. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആൽഗോയോ ഇല്ലെങ്കിൽ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലോട്ട് നമ്മളുടെ സ്ട്രാറ്റജിയെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് എൻട്രി എടുക്കും, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ലോസ്, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഇടും. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ മുന്നിൽ തന്നെ നോക്കിയിരിക്കണം എന്നില്ല. ഇനി ഒരു എക്സാക്ട് റൂൾ ബേസ്ഡ് ആണ് നമ്മളുടെ ഇൻട്രാഡേ സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുക, അതിലേതെങ്കിലും ഒന്ന് ഹിറ്റ് ആകാൻ വേണ്ടിയിട്ട് വിടുക. ഇതൊക്കെയാണ് നമുക്ക് ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു റൂൾ ബേസ്ഡ് അല്ല, പകരം നമ്മൾ അന്നേരത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അന്നേരത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് സെയിം ടൈമിൽ ട്രേഡ് ചെയ്യുന്നതാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെ ഓവർകം ചെയ്താൽ മാത്രമേ ഒരു ട്രേഡർക്ക് സക്സസ്ഫുൾ ആകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു ഇൻട്രാഡേ ട്രേഡറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ മെയിനായിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ആസ് എ സ്വിംഗ് ട്രേഡർ നമ്മളുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് മൊത്തം നമുക്ക് എൻഡ് ഓഫ് ദ ഡേയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ എൻ്റെ ഒരു 10, 50, 100 അടങ്ങുന്ന വാച്ച് ലിസ്റ്റുകൾ ഉണ്ടാവും. അതിനുള്ളിൽ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഏതാണെന്ന് പരിശോധിക്കും. നാളെ അതെനിക്ക് ഇന്ന ലെവലിന് മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്ത ലെവലിൽ എനിക്ക് ഒന്നെങ്കിൽ അലേർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ അലേർട്ട് ട്രിഗർ ആവുമ്പോൾ എനിക്ക് പോയി ബൈ ചെയ്യാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് GTT ഓർഡർ അവൈലബിൾ ആണ്, എനിക്ക് ഇന്ന പ്രൈസിന് വേണം എന്ന് ഓർഡർ ഇട്ട് വെക്കാം. അത് ട്രിഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 1 വർഷം ആ ഓർഡർ അവിടെ കിടന്നോളും. അപ്പം എല്ലാ ദിവസവും എടുത്ത് എനിക്കിത് നോക്കേണ്ടി വരുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ ഈ ഒരു പച്ചയും ചുവപ്പും ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് കാണുന്നതിൻ്റെ ഇമോഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൽ GTT ഓർഡറാണ്. തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് ഓർഡർ ഇട്ട് വെക്കും. അടുത്ത ദിവസം ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതങ്ങ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തോളും, ട്രേഡ് നടന്നോളും. നമ്മൾ ഇതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ലൈവ് ട്രേഡിങ്ങിനിടെ വലിയൊരു വാർത്ത വരികയോ അല്ലെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതേ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കുമോ, അതോ ഒന്ന് പ്ലാൻ മാറ്റി പിടിക്കുമോ? ഇല്ല, ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സക്സസ് ആകുന്നത് നമ്മൾ
നമ്മളുടെ പൊസിഷൻ സൈസിങ്ങും റിസ്ക്കും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത് വഴിയാണ്. ഒരിക്കലും നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് സെലക്ഷൻ, കാരണം ഇപ്പോൾ ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്ക്, ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് മേ ബി അവർ ഒരു 5 സ്റ്റോക്ക് എടുത്ത് അതിനുള്ളിൽ ഒരു സ്റ്റോക്ക് കറക്റ്റായി അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മേ ബി അവർ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഒരു ട്രേഡർ എന്ന് പറയുന്ന ഒരാൾ ചിലപ്പോൾ ഒരു വർഷത്തിൽ 50 or 100 ട്രേഡ്സ് എടുക്കും. ഒരു സ്വിംഗ് ട്രേഡർ, ഇൻട്രാഡേ ട്രേഡർ മേ ബി 200 or 300 ട്രേഡ്സ് എടുക്കും ഒരു വർഷം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൻ്റെ ഔട്ട്കം എന്താണെന്ന് ഉള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല അവരുടെ സക്സസ് ഇരിക്കുന്നത്. ഈ 100 ട്രേഡിൽ എന്ത് റിസൾട്ടാണ് കിട്ടുന്നത്, അതിൽ നമ്മൾ ഈ പൊസിഷൻ സൈസിങ്ങും റിസ്ക്കും കറക്റ്റായി മാനേജ് ചെയ്ത് പ്രോബബിലിറ്റിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് സക്സസ്ഫുൾ ആകുന്നത്. അപ്പം നമ്മളുടെ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരും, പല പല പ്രശ്നങ്ങൾ വരും. ചിലപ്പം ന്യൂസ് വന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് മേടിച്ചു, എൻ്റെ സ്റ്റോപ്പ് ലോസ് 95 ഒരു ന്യൂസ് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് മാറ്റി. ഞാൻ വിചാരിച്ചു ന്യൂസ് വന്നതല്ലേ നാളെ തിരിച്ചു കയറും എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പ് ലോസ് മാറ്റി. ആ സ്റ്റോക്ക് 90 രൂപയിലോട്ട് വരുന്നു. പിന്നെ ആ ന്യൂസ് മാർക്കറ്റ് വിചാരിച്ച പോലെ റിക്കവർ ആയില്ലെങ്കിൽ അത് 85 രൂപയിലോട്ട് വരും. 85 രൂപയിൽ വരുമ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ ആവറേജ് ചെയ്യും, അടുത്ത മിസ്റ്റേക്സ് ചെയ്യും, ആവറേജ് ചെയ്യും. അവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും താഴോട്ട് വരും, ഞാൻ അതിനെ കൂടുതൽ ആവറേജ് ചെയ്യും. അവസാനം ആ ഒരു സിംഗിൾ സ്റ്റോക്കിൽ എൻ്റെ മേജർ ക്യാപിറ്റൽ അലോക്കേഷൻ വരികയും ഞാൻ വലിയൊരു നഷ്ടത്തിലോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ആദ്യമേ ഞാൻ ആ ഒരു 5% സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതിൽ എനിക്ക് ഈ ഒരു ഇഷ്യൂസ് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂസ് വന്നാലും ന്യൂസ് വന്നില്ലേലും സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ആ റൂള് കറക്റ്റായി ഫോളോ ചെയ്യുക എന്നുള്ള രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നവർക്ക് ലൈവായിട്ട് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ലല്ലോ. അപ്പം ഈ സ്വിംഗ് ട്രേഡിങ്ങിന് അവർക്ക് നേരത്തെ ട്രേഡ് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റുമോ? അതിന് പറ്റുന്ന വഴികൾ എന്തൊക്കെയാണ്, ഏറ്റവും അനുയോജ്യമായ വഴികൾ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് GTT ഓർഡർ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓർഡർ ഇട്ട് വെക്കുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സെലക്ഷൻ ലൈവ് മാർക്കറ്റിൽ മാക്സിമം സ്റ്റോക്ക് സെലക്ട് ചെയ്യാതിരിക്കുക. ലൈവ് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മൂവ്മെന്റിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അഗ്രസീവ്നെസ് വരും. ഒക്കെ ഈ ഒരു സ്റ്റോക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ പൈസ അതിലിടും. അതിനുശേഷം വീണ്ടും നമ്മൾ കുറേ സ്റ്റോക്കുകൾ നോക്കുമ്പം ഇതിനേക്കാൾ നന്നായി മൂവ് ചെയ്യുന്ന വേറെ കാണും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വിറ്റ് ആ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവസാനം എൻഡ് ഓഫ് ദി ഡേ മേ ബി നമ്മൾ രണ്ടാമത് മേടിച്ച സ്റ്റോക്ക് താഴെ പോവുകയും ആദ്യം മേടിച്ചത് മുകളിലോട്ടും പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകൾ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നേരത്തെ തന്നെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് വെക്കുക, അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസം രാവിലെയോ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് അതിന് മുൻപ് തന്നെ ഓർഡർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവർക്ക് ജോലി സമയത്ത് ഇത് നോക്കേണ്ടി വരുന്നില്ല. GTT ഓർഡറിൽ നമുക്ക് ഓർഡർ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. അന്ന് വൈകുന്നേരം വരിക, ഓർഡർ എക്സിക്യൂട്ട് ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമുക്ക് ഒരുമിച്ച് വീണ്ടും GTT ആയിട്ട് തന്നെ ഇട്ട് വെക്കാം. ആ പ്രോസസ്സ് എൻഡ് ഓഫ് ദി ഡേയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ അടുത്ത് 1 വർഷത്തേക്കോ 6 മാസത്തേക്കോ അത് നമ്മൾ ആ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റിനെ കുറിച്ചോ ചിന്തിക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. ലൈവ് ട്രേഡിങ്ങിനിടെ നമുക്ക് ഓവർ ട്രേഡിങ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ. നമ്മൾ നമ്മുടെ ലാഭവും നഷ്ടവും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എപ്പം ലാപ്ടോപ്പ് അടയ്ക്കണം? ഇതിനൊരു കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ പറ്റും? നമുക്കൊരു കൃത്യമായിട്ടുള്ള ആൻസർ അതിനില്ല. പക്ഷേ നമുക്ക് ഓരോ ആൾക്കാരും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചോ ഇല്ലെങ്കിൽ ക്യാപിറ്റലിനനുസരിച്ചോ ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുക ഡെയിലി. എൻ്റെ ക്യാപിറ്റൽ, ഇപ്പം ഞാനൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ 1,00,000 രൂപയാണെങ്കിൽ ഒരു 2%, 2,000 രൂപയൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോഫിറ്റാണ്. ആ ദിവസം എന്ത് ചെയ്യുക? നമ്മൾ നിർത്തുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ 2,000 രൂപ എന്ന് പറയുന്നത് ആ ഒരു ദിവസം ഞാൻ 2 ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ എടുക്കുന്ന റിസ്ക് 500 രൂപയാണ്. എൻ്റെ ടാർഗറ്റ് 1000 രൂപയാണ് ഒരു സ്റ്റോക്കിൽ. ആദ്യം ഞാനൊരു ട്രേഡ് എടുത്തു, ടാർഗറ്റ് അടിച്ചാൽ 1000 രൂപ കിട്ടും. രണ്ടാമത് ഞാനൊരു ട്രേഡ് എടുത്തു, 1000 രൂപ ടാർഗറ്റ് അടിച്ചാൽ കിട്ടും. അപ്പം എനിക്ക് 2,000 രൂപ അന്നത്തെ ടാർഗറ്റായി. സിസ്റ്റം ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി അങ്ങനല്ല, നമ്മൾ ആ ഒരു ദിവസം അതിൻ്റെ പകുതി 1000 രൂപ നഷ്ടം വന്നാലും നമ്മൾ അന്നത്തേക്ക് നിർത്തും എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ആദ്യത്തെ ട്രേഡിൽ 500 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രേഡ് എടുക്കുന്നു, അതിലും 500 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ 1000 രൂപയായി നിർത്തുക. അപ്പം നമ്മളുടെ ഈ ഒരു കളയുന്ന ഒരു എമൗണ്ടിനും കിട്ടുന്ന ഒരു എമൗണ്ടിനും ഡെയിലി ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ക്ലോസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ആക്ച്വലി നല്ലതല്ല.
കാരണം ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ നമ്മളുടെ ഒരു ടാർഗറ്റ് 2000 രൂപയാണെന്ന് വിചാരിച്ചോ. 2000 രൂപ എത്തിക്കഴിഞ്ഞ് നമുക്ക് സിസ്റ്റം ക്ലോസ് ചെയ്യാൻ അറിയത്തില്ല, നമുക്ക് അത്രയും ഡിസിപ്ലിൻ ഇല്ല, നമ്മൾ വീണ്ടും ട്രേഡ് എടുത്ത് ആ പ്രോഫിറ്റ് 5000 ആയെന്ന് വിചാരിച്ചോ. അന്നത്തെ ദിവസം അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊക്കെ തോന്നും. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് 2000-ഓ 3000-ഓ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് നിർത്താൻ അറിയത്തില്ല. നമ്മൾ വീണ്ടും ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി ട്രേഡ് എടുക്കും. അത് പിന്നെ ചിലപ്പോൾ കിട്ടിയത് പോയി കഴിയുമ്പോൾ വീണ്ടും പഴയതിൻ്റെ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയെങ്കിലും ട്രേഡ് എടുക്കും. അത് കൂടുതൽ നഷ്ടത്തിലോട്ട് പോകും. അപ്പം ഒരു നിശ്ചിത ടാർഗറ്റ് കിട്ടിയാലും നമ്മൾ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അന്നത്തേക്ക് നിർത്തുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് അവസാനിക്കാറായി, പുതിയ ഒരെണ്ണം തുടങ്ങണം എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഇപ്പം ഡിഫൻസിന്റെ ഒരു സ്റ്റോക്ക് അതിപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളറിയാലോ, നമ്മൾ ചില സ്റ്റോക്കുകളെ കുറിച്ച് അറിഞ്ഞു വരുമ്പോഴത്തേനും അത് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ചില ട്രെൻഡുകൾ ആയി വരുമ്പോഴത്തേനും. അപ്പം ഈ ട്രെൻഡ് അവസാനിക്കാറായി, പുതിയ ഒരെണ്ണം തുടങ്ങണം എന്നെങ്ങനെയാണ് ഒരാൾ സാധാരണക്കാരൻ മനസ്സിലാക്കുക? നമുക്കിപ്പോൾ കോമൺലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് EMA ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് ആണ്. അതിനുള്ളിൽ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്, സിമ്പിൾ മൂവിങ് ആവറേജ് ഉണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇപ്പം ഏതൊരു സെക്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ 50 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണെങ്കിൽ ഷോർട്ട് ടൈം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഒരു സ്റ്റോക്കോ ഒരു സെക്ടറോ ആ 50 മൂവിങ് ആവറേജിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റം വീക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിന്റെ മൊമെന്റം വീക്കായി, മേ ബി അവിടെ നിന്ന് ഒരു റിവേഴ്സലിന് ഒരു സാധ്യതയുണ്ട്, താഴോട്ട് വരാം. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് വിറ്റുമാറുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. ഇതേ സമയം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ, ലോങ് ടൈം അല്ല, ഒരു ഷോർട്ട് ടൈം ടു മീഡിയം ടൈം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 200 മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം. 200 മൂവിങ് ആവറേജിന്റെ മുകളിലാണ് സ്റ്റോക്ക് എങ്കിൽ അതിനൊരു അപ്സൈഡ് മൊമെന്റം ഉണ്ട്, അത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 200 മൂവിങ് ആവറേജിന് താഴോട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ റിവേഴ്സൽ ആയിരിക്കും എന്ന് വിചാരിച്ച് എക്സിറ്റ് ചെയ്യുക. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് റിവേഴ്സലിന് യൂസ് ചെയ്യാം. അതായത് താഴോട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് അതിൻ്റെ 200 മൂവിങ് ആവറേജിൻ്റെയും 50 മൂവിങ് ആവറേജിൻ്റെയും മുകളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെന്റം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഒരു റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ട്, മുകളിലോട്ട് പോകാമെന്നുള്ള ഒരു നിഗമനത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പം ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് 50 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജുമാണ്. നമ്മുടെ കോഴ്സിലായാലും സ്റ്റുഡൻസിനൊക്കെ തന്നെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. നമുക്കൊരു ഹോളി ഗ്രെയിൽ സിസ്റ്റം ഒന്നുമില്ല, എക്സാക്റ്റ് ഈ ഒരു സ്റ്റോക്ക് വീക്കാകാൻ പോവാണ്, ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എക്സാക്റ്റ് ഇവിടെ നിന്ന് റിവേഴ്സലാകാൻ പോവുകയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഹോളി ഗ്രെയിൽ സിസ്റ്റം ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററോ, നമുക്ക് അനുയോജ്യമായ ഒരു ഇൻഡിക്കേറ്ററോ പ്രൈസ് ആക്ഷൻ മെത്തേഡോ യൂസ് ചെയ്ത് നമ്മളത് പ്രെഡിക്റ്റ് ചെയ്യുക. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഒരു മെജോറിറ്റി, ഒരു 60% 70%-ലെങ്കിലും നമ്മളുടെ വ്യൂ കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ് ആണോ ഫണ്ടമെന്റൽ അനാലിസിസ് ആണോ സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും അനുയോജ്യം? സാർ ഏതാണ് ചൂസ് ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തീരുമാനമെടുക്കുന്നതിന് പിന്തിരിപ്പിക്കാറുണ്ടോ? ഇപ്പം വേറൊരു വാർത്ത കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും അനുയോജ്യം ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ്. പക്ഷെ സ്വിംഗ് ട്രേഡിങ്ങിന് ഫണ്ടമെന്റൽ നോളജ് ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി ഉണ്ട്. നോർമലി നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത് ലോങ് ടൈം കമ്പനിയുടെ ഗ്രോത്ത് മനസ്സിലാക്കാനും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു പവർ സെക്ടർ ഒരു ഭൂമി വരുവാണ്, അല്ലെങ്കിൽ പവർ സ്റ്റോക്കുകളിൽ ഒത്തിരി ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഒരു ടെക്നിക്കൽ അനാലിസിസ് വെച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടെക്നിക്കൽ എൻട്രി കിട്ടി, 10% സ്റ്റോപ്പ് ലോസ് വെച്ചു, 20% ടാർഗറ്റ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം ഇറങ്ങി. പക്ഷെ കുറച്ച് ഫണ്ടമെന്റൽ നോളജ് ഉള്ള ഒരാളാണ് എങ്കിൽ പവർ സെക്ടറിന് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഈ പവർ സെക്ടറിലെ ഇന്ന സ്റ്റോക്കുകളിൽ ഇന്ന രീതിയിൽ എന്തൊക്കെയോ ട്രിഗറുകൾ വന്നിട്ടുണ്ട്, ഒരു പോസിറ്റീവ് മൊമെന്റ് മൊത്തത്തിൽ ആ സെക്ടറിന് വരുവാണ്, അതിന് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇതേ 10% സ്റ്റോപ്പ് ലോസിൽ കയറുകയും എന്നാൽ 20-ന് പകരം 30%, 40%, 50% ടാർഗറ്റ് സെറ്റ് ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ടെക്നിക്കൽ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാൾ കറക്റ്റ് റിസ്ക് റിവാർഡിൽ ഇറങ്ങും. ഫണ്ടമെന്റൽ അറിയുന്ന ഒരാൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു റാലി ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറ്റാറുണ്ട്. ഞാൻ പേഴ്സണലി ടെക്നിക്കലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നല്ല ടൈമിംഗ്, നമുക്ക് ഒത്തിരി സമയം എടുക്കും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും കമ്പനികളിലൂടെ ഫണ്ടമെന്റൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ടെക്നിക്കലാണ്. വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു, കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അതെങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? ഇവന്റുകൾ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. ഇപ്പോൾ റിസൾട്ടോ ഇങ്ങനെ ഡീമർജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഇവന്റുകൾ വരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു 3 ദിവസം മുമ്പേ, ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ 3 ദിവസം മുമ്പേ ഞാൻ എക്സിറ്റ് ചെയ്യും. കയ്യിലില്ലാത്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഞാൻ അതിൽ എൻട്രി
എടുക്കത്തില്ല. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇന്ന ദിവസം ഇന്ന ഇവന്റ് വരുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കേസ് സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നതാണ്. ആ ന്യൂസ് വരുമ്പം നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും പോസിറ്റീവ് ന്യൂസ് ആണെങ്കിലും സ്റ്റോക്ക് ആക്ച്വലി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കും. ചില സമയത്ത് നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എന്ന് തോന്നുമായിരിക്കും, ചിലപ്പോൾ അത് കമ്പനിക്ക് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനികളുടെ MD അല്ലെങ്കിൽ ചെയർമാനോ ആരെങ്കിലും മാറിയെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. പക്ഷെ ചില കമ്പനികൾക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം ആക്ച്വലി പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ പ്രൈസ് പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എത്ര നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും ഹോൾഡ് ചെയ്യും. എത്ര പോസിറ്റീവ് ന്യൂസ് ആണെങ്കിലും പ്രൈസ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, നെഗറ്റീവ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, അല്ലെ ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറും. ഏത് ടൈം ഫ്രെയിം ആണ് സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും അനുയോജ്യം? അതുപോലെ തന്നെ മണിക്കൂർ 1 hour ചാർട്ടാണോ അതോ ഡെയിലി ചാർട്ടാണോ നോക്കുക? ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം ടൈം ഫ്രെയിം തമ്മിലുള്ള വ്യത്യാസം 1 hour എന്ന് പറയുന്നത് ഒരു ക്യാൻഡിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ വരുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, അത് മേ ബി ഒരു ചെറിയൊരു പീരീഡിലായിരിക്കും. ലാസ്റ്റ് 3-4 ഡേയ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുക. അപ്പം അതിൻ്റെ റാലിയും അടുത്ത 5, 6, 7 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കൺസോൾട്ടേഷൻ ഒക്കെ മേ ബി 10, 20, 25 ദിവസത്തെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റാലി അടുത്ത് 10, 20, 25 ദിവസം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ടൈം ഫ്രെയിം കൂടുന്നതിനനുസരിച്ച് റാലി കൂടുതൽ കണ്ടിന്യൂ ചെയ്യാനും നമുക്ക് കുറേ കൂടി ബെറ്റർ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഒരു സ്വിംഗ് ട്രേഡർക്ക് ഡെയിലിയും വീക്കിലിയും മന്ത്ലി ടൈം ഫ്രെയിമാണ് ഞാൻ ട്രേഡിങ്ങിന് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഹയർ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫാൾസ് സിഗ്നൽസ് കുറയും. ഇപ്പോൾ 1 hourൽ നമുക്ക് ഒരു 100 ട്രേഡ് കിട്ടിയാൽ ചിലപ്പോൾ 60 എണ്ണം ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയണം. എന്നാൽ ഡെയിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവില്ല. 100 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 50 എണ്ണം സക്സസ് ഉണ്ടാവും. വീക്കിലിയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ആക്യുറസി കൂടും. സോ ഹയർ ടൈം ഫ്രെയിമിലോട്ട് വരുന്നതിനനുസരിച്ച് ആക്യുറസി കൂടും. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹോൾഡിംഗ് പീരീഡും അതിനനുസരിച്ച് കൂടും. അപ്പം ഇതിൻ്റെ ഇടയിൽ, അതായത് ഡെയിലിയുടെയും മന്ത്ലിയുടെയും ഇടയിലുള്ള വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള ഒരു സ്വിംഗ് ട്രേഡർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഓവറോൾ ഒരു ക്ലാരിറ്റി കിട്ടും, അത്യാവശ്യം അവരെടുക്കുന്ന ട്രേഡുകളിൽ ഒരു ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി എൻട്രീസ് കിട്ടും. അതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്കില്ല് ആവശ്യമാണ്. എന്നാൽ വീക്കിലിയിൽ അത്രയും പ്രശ്നമില്ല. അപ്പോൾ ഒരു ബിഗിനർക്ക് ഏറ്റവും നല്ലത് വീക്കിലി തന്നെയാണ്. ഒരാളുടെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം ട്രേഡിങ്ങിന് വേണ്ടി റിസ്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം? നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്ര % ആണ് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം ക്യാപിറ്റലിന്റെ 1% വരെ റിസ്ക് എടുക്കാം. അത് മാക്സിമം ആണ്. അതിന് നമ്മൾ പല രീതിയിൽ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം മാർക്കറ്റ് മോശമായിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ക്യാപിറ്റലിന്റെ 0.25% ആയിരിക്കും ഞാൻ റിസ്ക് എടുക്കുന്നത്. ഞാൻ എടുത്തൊരു 3-4 ട്രേഡ് എനിക്ക് സക്സസ് ആയി, മാർക്കറ്റ് കണ്ടീഷൻ കുഴപ്പമില്ലാന്ന് തോന്നിയാൽ ഞാൻ പയ്യെ 0.5 റിസ്ക് ആക്കും, കുറച്ചുകൂടി റിസ്ക് ഇൻക്രീസ് ചെയ്യും. അതിലും ഞാൻ എടുത്ത 4-5 ട്രേഡ് എടുത്തു, അതും എനിക്ക് സക്സസ്ഫുൾ ആണ്, വലിയ കുഴപ്പമില്ല, ആവറേജ് എനിക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കുഷൻ കിട്ടിയെന്ന് തോന്നിയാൽ ഞാൻ അഗെയിൻ 1% റിസ്കിലോട്ട് പോകും. 1% എനിക്ക് നന്നായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ എനിക്ക് 1% റിസ്കിൽ ഒരു 2-3 എണ്ണത്തിൽ കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് വരുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ റിസ്ക് വീണ്ടും ഡൗൺ ചെയ്ത് 0.5 വരും. സോ ഒരു ഫിക്സ്ഡ് % ആയിട്ട് പറയുന്നില്ല, പകരം മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഇത് കയറിയും ഇറങ്ങിയുമാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു ബിഗിനർ ആണെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള 0.5% പെർ ട്രേഡിൽ റിസ്ക് എടുക്കുന്നതാണ് ഒരു സേഫ്. റിട്ടേൺ കിട്ടിയാലും ന്യായമായ ഒരു റിട്ടേൺ ഉണ്ട്, പോയാലും നമ്മളുടെ ക്യാപിറ്റലിന് ഒരു പരിധിയിൽ കൂടുതൽ ബാധിക്കാത്ത ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ 0.5% ആണ്. നഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി കൂടിയുണ്ടല്ലോ. ആ ഒരു രീതി ഈ ട്രേഡിങ്ങിൽ അവലംബിക്കുന്നത് നല്ല കാര്യമാണോ? ഇല്ല, റിവെഞ്ച് ട്രേഡിങ് നമ്മളെ എപ്പോഴും കൂടുതൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ നോർമലി നല്ല ട്രേഡേഴ്സ് ആണ്. ആക്ച്വലി മീൻസ് നല്ല ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം നെഗറ്റീവ് ആണ്. അതായത് അങ്ങനല്ല. അതായത് ട്രേഡ് ചെയ്യുമ്പം റിവെഞ്ച് ട്രേഡ് സംഭവിക്കുന്നത് ഇപ്പം അവർ കണ്ടിന്യൂസ് പ്രോഫിറ്റിലായിരിക്കും.
മേ ബി അവർക്ക് നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ടാവും, നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്യണമെന്നറിയാം, പൊസിഷൻ സൈസിങ് ചെയ്യണമെന്നറിയാം, എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും. അവരിപ്പോൾ ഒരു 10 ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പ്രോഫിറ്റ് ആയിരിക്കും, രണ്ടാമത്തെ ദിവസം പ്രോഫിറ്റ് ആയിരിക്കും, മൂന്നാമത്തെ ദിവസം, അങ്ങനെ 9 ദിവസം അവർ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ 10ാമത്തെ ദിവസം അവർക്ക് നഷ്ടം വരുമ്പോൾ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ലോസ് ബുക്ക് ചെയ്യും. അവർ ആദ്യത്തെ ട്രേഡ് ലോസ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അവർ ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ട്രേഡിൽ അവർക്ക് ലോസ് ആയിരിക്കും, അവർക്ക് കുഴപ്പമില്ല. രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് വരുന്നു, ആ ലോസ് റിക്കവർ ആവുന്നു. എഗെയിൻ മൂന്നാമത്തെ ട്രേഡ് എടുക്കുന്നു, പ്രോഫിറ്റ് ആവുന്നു. അവർ അന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻഡ് ചെയ്യും. അങ്ങനെ 3 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണമേ ഫെയിൽ ഉള്ളൂ, 2 സക്സസ് ആയി, ആ ദിവസം കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ എന്നാൽ ഈ 3 ഫെയിൽ ആകുന്നൊരു ദിവസമുണ്ട് നമുക്ക്, എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ വരും. അപ്പം നമുക്ക് അന്നും ആ 3 ലോസ് എടുത്ത് ഇറങ്ങി പോകാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ 9 ദിവസം ഇവർ കറക്റ്റായി ചെയ്യും, പ്രോഫിറ്റ് കിട്ടും. 3 സക്സസ് ആവും, 3 സക്സസ് ആവും, അങ്ങനെയൊക്കെ പോകും. ഒരു ദിവസം ആദ്യത്തെ ട്രേഡ് ലോസ് അടിക്കും, രണ്ടാമത്തെ ട്രേഡ് ലോസ് അടിക്കും, മൂന്നാമത്തെ ട്രേഡ് ലോസ് അടിക്കും. പക്ഷെ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ പേഴ്സണലി റിവെഞ്ച് ട്രേഡ് ഒത്തിരി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് ആ ദിവസം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം 9 ദിവസം നമ്മൾ പ്രോഫിറ്റ് കണ്ടാ വന്നത്, 10ാമത്തെ ദിവസം ലോസ് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ശരിക്കും 4ാമതൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആവും. അപ്പം 4ാമത് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ക്വാണ്ടിറ്റി കൂട്ടും. അപ്പം ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. പിന്നെ അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റിസ്ക് എടുത്ത് നമ്മൾ ആ ട്രേഡിങ്ങിനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ റിവെഞ്ച് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇനീഷ്യലി 100 ക്വാണ്ടിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ചിലപ്പോൾ അന്ന് വൈകുന്നേരം എൻഡ് ചെയ്യുന്ന ചിലപ്പോൾ 1000 ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് ചില ദിവസങ്ങളിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ലോസ് റിക്കവർ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ 15, 20 ഇല്ലെ 1, 2, 3 മാസത്തിൽ ഒരിക്കലും നമുക്ക് ഫുള്ളി എഗെയിൻസ്റ്റ് പോകുമ്പോൾ അന്നത്തെ ദിവസം തന്നെ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 50%, 60% മെജോറിറ്റി ആൾക്കാരും, ഇല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ചെയ്ത സമയത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിവെഞ്ച് ട്രേഡ് ഞാൻ അതാ പറഞ്ഞത്, അവർ കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്ക് ഉള്ളവരായിരിക്കും. റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ഓൾറെഡി നല്ല സ്കില്ലുള്ളവരായിരിക്കും. പക്ഷേ ആ ദിവസം ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റിവെഞ്ച് ട്രേഡ് ചെയ്യുകയും എഗെയിൻ ഫുള്ളി ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവും. ഇതിങ്ങനെ ഒരു ലൂപ്പാണ്, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഞാൻ ഈ എൻ്റെ ഒരു 5-6 വർഷക്കാലം സക്സസ് ആകാൻ എന്ന് പറഞ്ഞതിലൊക്കെ ഒരു മെജോറിറ്റി കാലഘട്ടം ഈ ഒരു റിവെഞ്ച് ട്രേഡിൽ നിന്നുള്ളതാണ്. നോളജ് ഉണ്ട്, ചാർട്ട് അറിയാം, എല്ലാം അറിയാം, ട്രേഡ് എടുക്കുന്നു, മിക്ക ദിവസങ്ങളിലും പ്രോഫിറ്റാണ്. പക്ഷെ ഒരു ദിവസം മുഴുവൻ കൊണ്ടുപോയിട്ട് കളയും. അപ്പം റിവെഞ്ച് ട്രേഡിങ് ഒരിക്കലും നല്ലതല്ല. റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവരുടെ ക്യാപിറ്റൽ പെട്ടെന്ന് തന്നെ വൈപ്പ് ഔട്ട് ആയി പോകും. പക്ഷേ സ്കില്ലുള്ളവരാണ് ബേസിക്കലി. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ റിവെഞ്ച് ട്രേഡേഴ്സും സ്കില്ലുള്ളവരാണ്. എങ്ങനെയെങ്കിലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ, ഒരു ദിവസം നമുക്ക് ഇത്ര രൂപ നഷ്ടം വന്നാൽ ഇറങ്ങിപ്പോകാൻ പഠിക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചിന്തിക്കരുത്. അതിന് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ് ആകത്തില്ല. നമുക്ക് എത്ര സ്കില്ലുണ്ടായിക്കോട്ടെ, എന്തും ചെയ്തോട്ടെ, ഒരു ദിവസം ഇത്ര രൂപ നഷ്ടം വന്നാൽ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഈ റിവെഞ്ച് ട്രേഡേഴ്സിനും അത് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ സക്സസ്ഫുൾ ആയിട്ട് കയറി വരും. ഈ ജേർണലിംഗ് എഴുതുക നല്ല കാര്യമാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ട്രേഡിങ്ങിൽ ജേർണലിംഗ് എഴുതുന്നത് എത്രത്തോളം സഹായകരമാണ്? ട്രേഡിങ്ങിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു സക്സസ്ഫുള്ളിലോട്ട് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് തന്നെയാണ്. അതായത് പിന്നെ നമ്മൾ ജേർണൽ ചെയ്യാണ്ട് നമുക്ക് ട്രേഡിങ്ങിൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറയുന്നത്, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ലൂസിങ് സ്ട്രീക്കിലുള്ള ഒരാളാണ്, നമുക്കിപ്പം നഷ്ടമാണ്, നമ്മൾ ക്യാപിറ്റൽ മീൻസ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ ജേർണൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പുറകോട്ട് കഴിഞ്ഞ് ഇപ്പം നമ്മൾ മെയ് മാസത്തെ ജേർണൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാവും. നമ്മളുടെ സ്റ്റോക്ക് സെലക്ഷനിലാണോ തെറ്റുപറ്റിയത്, പൊസിഷൻ സൈസിങ്ങിലാണോ തെറ്റുപറ്റിയത്, നമ്മളുടെ റിസ്ക് റിവാർഡിലാണോ തെറ്റുപറ്റിയത്, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് കൺട്രോളിലാണ്, എവിടെയാണ് തെറ്റുപറ്റിയത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം അത് കുറേയൊക്കെ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ മാസത്തെ ജേണൽ അത് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഇതുകൊണ്ടാണ് എന്നുള്ളത് കിട്ടുന്നത്. ഇപ്പം ഞാൻ നമ്മളുടെ ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അതായത് നമ്മൾ ഏപ്രിൽ മാസത്തിൽ 12 ട്രേഡ് എടുത്തു. 12 ട്രേഡ് എടുത്തതിൽ ഏകദേശം 9 ട്രേഡോളം സക്സസ്ഫുൾ ആണ്. ക്യാപിറ്റലിൻ്റെ ഒരു 10-11% അപ്രിസിയേഷൻ ആ ഒരു മാസം കിട്ടി. രണ്ടാമത്തെ മാസം മെയ് മാസം അത്ര നല്ലൊരു മാസം ആയിരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ 10-11 ട്രേഡ് എടുത്തു. അതിനുള്ളിൽ 8 ട്രേഡും
7 ട്രേഡും കണ്ട് ഫെയിലായിരുന്നു. 2 ട്രേഡ് കോസ്റ്റ് ടു കോസ്റ്റിൽ മേടിച്ച പൈസയ്ക്ക് തന്നെ വിറ്റുമാറി. 2 ട്രേഡിലാണ് പ്രോഫിറ്റ് കിട്ടിയത്. അതിലും നമുക്ക് ഫുൾ ടാർഗറ്റ് ഒന്നും അടിച്ചില്ല, ചെറിയൊരു പെർസെൻറ്റേജ് ടാർഗറ്റേ നമുക്ക് അടിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് മെയ് മാസത്തിലെ ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ 1% ആണ്. അപ്പം നമുക്ക് 12 ട്രേഡ് എടുത്തിട്ട് 7 ഫെയിൽ ആയാൽ പോലും കറക്റ്റായി റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ലോസിൽ നിൽക്കാമെന്നും അതിനുശേഷം വേറെ ഏതെങ്കിലും 1-2 ട്രേഡ് സക്സസ് ആയാൽ പോലും ഈ ലോസ് റിക്കവർ ആക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കിട്ടി. അത് കിട്ടിയത് കൊണ്ട് അവരിനി അത് ലൈഫ് ലോങ് ഫോളോ ചെയ്യും. അത് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജേണൽ ചെയ്യുന്നത് കൊണ്ടും എല്ലാ മാസത്തെ ട്രേഡ് 12 ആണെങ്കിൽ 12 എഴുതി വെച്ച് അതിലെ റിസ്ക്കും റിവാർഡും നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി, മെയ് മാസത്തിൽ വരുമ്പോൾ എത്ര ട്രേഡ് എടുത്തു, എത്ര റിസ്ക് എടുത്തു, എത്ര റിവാർഡ് ഇല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെയുള്ള അതാ ജേണൽ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. പ്രത്യേകിച്ച് ജേണലൊന്നും ചെയ്യുന്നില്ല, എല്ലാ മാസവും ചുമ്മാ നമ്മളിങ്ങനെ നമ്പർ ഓഫ് ട്രേഡ്സ് അടിച്ചടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടത്തില്ല, നമുക്ക് ഇമ്പ്രൂവ് ആകാനും പറ്റത്തില്ല. അപ്പോൾ ഏതൊരു ട്രേഡറേയും സക്സസ്ഫുൾ ആകും. ജേണൽ എഴുതാതെ സക്സസ് ആയ ട്രേഡേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു സക്സസ്ഫുൾ ട്രേഡേഴ്സിന്റെ പിന്നിലും ജേണൽ എഴുതുകയും സ്വന്തം അത് ഇവാലുവേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് തിരുത്തിയാണ് ഒരു സക്സസ്ഫുള്ളിലോട്ട് വരുന്നത്. മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കുമ്പോൾ സ്വിംഗ് ട്രേഡിംഗ് നടത്താൻ സാധിക്കുമോ? ഇല്ല, നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമുക്ക് ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ നോർമലി 0.5% റിസ്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, ഫേവറബിൾ കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ ചില സെക്ടറുകൾ, ചില ഇൻഡസ്ട്രികൾ പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കുറച്ച് 0.25 ക്യാപിറ്റലിൻ്റെ റിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. അതും 1, 2, 3 ട്രേഡ്സ് എടുക്കുക. വർക്ക് ആകുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ട്രേഡ്സിലോട്ട് പോവുക. നമുക്ക് കണ്ടീഷൻസ് ഓക്കെ അല്ല, പ്ലസ് നമ്മൾ എടുക്കുന്ന ട്രേഡും വർക്ക് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ട്രെൻഡിങ് മാർക്കറ്റിലും സൈഡ് വൈസ് മാർക്കറ്റിലും ഒരേ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്? അതെ, ഒരേ സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനുള്ളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിലും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിൽ ചിലപ്പോൾ നമ്മൾ നോർമലി 1:3 ആണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് എടുത്ത റിസ്കിൻ്റെ 3 ഇരട്ടിയാണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, ട്രെൻഡിങ് മാർക്കറ്റിൽ കൂടുതൽ റിട്ടേണിന് വേണ്ടിയിട്ട് 1:5 1:6 വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിക്കും. സൈഡ് വൈസ് മാർക്കറ്റിൽ 1:3 വരുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ മെജോറിറ്റി പൊസിഷൻസ് ബുക്ക് ചെയ്ത് മാറും. അതേപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റിൽ കുറെ കൂടി വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ്, അത് നോർമലി 7% സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിൽ ഒരു 4-5 ഇല്ല 3-4% സ്റ്റോപ്പ് ലോസിലോട്ട് ചെറുതാക്കാനും വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. സ്വിംഗ് ട്രേഡിംഗിൽ സ്റ്റോക്ക് നമ്മൾ ദിവസങ്ങളോളം കൈവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഓവർ നൈറ്റിൽ ഉണ്ടാവുന്ന ഒരു വാർത്ത, വേഗം ഉണ്ടാവുന്ന ഒരു വാർത്ത, അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യും? ഇല്ല, നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആ ഒരു ഓവർനൈറ്റ് റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ഒരേപോലെ ഒരു ദിവസം ന്യൂസ് വരത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റോക്കിലായിരിക്കും ന്യൂസ് വരുന്നത്. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റോക്ക് 30% ക്യാപിറ്റലിൻ്റെ 50% ഒരു സിംഗിൾ സ്റ്റോക്കിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് പോർട്ട്ഫോളിയോയിൽ വരും. പക്ഷേ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 5% ആണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഇട്ടത് എന്ന് വിചാരിക്കാം. സപ്പോസ് ആ സ്റ്റോക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 5% ആണ് നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളത്. സപ്പോസ് ആ സ്റ്റോക്ക് നാളെ 50% നെഗറ്റീവിൽ ഓപ്പൺ ചെയ്താൽ പോലും നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 2.5% മാത്രമേ ഇമ്പാക്റ്റ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഒരു സ്റ്റോക്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാതിരിക്കുക. ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണോ സപ്പോർട്ട് ലെവലിന് എടുത്ത് ട്രേഡിംഗ് നടത്തുന്നതാണോ സ്വിംഗ് ട്രേഡൊക്കെ ഏറ്റവും അനുയോജ്യം? ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് നോർമലി ആ സ്റ്റോക്ക് താഴോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. താഴോട്ട് വരുമ്പോഴാണല്ലോ അത് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പം മൊമെന്റം നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ഓൾറെഡി മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ്, അതിൻ്റെ കൂടെയാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. അപ്പം നമുക്ക് മൊമെന്റം നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഒരു സ്വിംഗ് ട്രേഡർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മൊമെന്റം ആണ്, കയറി പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോർമലി സജസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ബ്രേക്ക് ഔട്ട്സ് വരുമ്പോൾ മൊമെന്റം ട്രേഡ്സ് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി മൊമെന്റത്തിലുള്ള സ്റ്റോക്കിൽ ചെറിയ പുൾ ബാക്കിനൊക്കെ ആയിട്ട് തിരിച്ചു വരും. മാർക്കറ്റ് സിറ്റുവേഷൻ്റെ കാര്യം കൊണ്ടോ ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗം കൊണ്ടൊക്കെ അത് ചെറിയൊരു പുൾ ബാക്ക് വരും. ആ ഒരു പുൾ ബാക്ക് വരുന്ന സമയത്തും നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. സപ്പോർട്ടിൽ നോർമലി ട്രേഡ് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. ഒരു ട്രേഡിൽ ലാഭം വന്നാൽ നമ്മൾ എപ്പോൾ അത് ബുക്ക് ചെയ്യണം? കാരണം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെയും കയറി പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എപ്പോഴാണ് നമ്മളത്
നമ്മളെടുത്ത ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്. അതെ. നമുക്കതിൽ നമ്മളുടേതായ ഒരു റൂള് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാനൊരു പ്രീവിയസ് ഡേ ക്യാൻഡലിന്റെ ഹൈക്ക് മുകളിലാണ് എൻ്റെ എൻട്രി ഉണ്ടാകുക. ആ ഹൈക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിന് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റോക്ക് സെലക്ഷൻ എനിക്ക് എൻ്റെതായ കുറേ ക്രൈറ്റീരിയകളുണ്ട്. അതിൽ നിന്നാണ് ഞാൻ 4-5 സ്റ്റോക്കിലോട്ട് എത്തുന്നത്. ആ 4-5 സ്റ്റോക്കിൽ എൻ്റെ എൻട്രി കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അതിന് മൊമെൻറ്റം ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് ആ ക്യാൻഡലിൻ്റെ പ്രീവിയസ് ഡേക്ക് ക്യാൻഡലിൻ്റെ ലോയിൽ പോയാൽ, താഴോട്ട് പോയാൽ അതിന് മൊമെൻറ്റം ഇല്ല, വീക്കായി എന്നുള്ളതാണ്. അന്നേരം ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഹൈ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു, ലോയ്ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷവും സ്റ്റോക്കുകൾ തിരിച്ചു കയറാറുണ്ട്. പക്ഷേ നമ്മളുടെ സ്ട്രാറ്റജിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു റൂള് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്റ്റോക്ക് എക്സാക്റ്റ് എവിടം വരെ വന്നിട്ട് തിരിച്ചു കയറിപ്പോവും, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളുടെ റിസ്കിനനുസരിച്ച് നമ്മളത് ചെയ്യുക. ഇപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ 20 മൂവിങ് ആവറേജോ ഇല്ല 50 മൂവിങ് ആവറേജോ അവരുടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുക. ആ മൂവിങ് ആവറേജിൻ്റെ താഴെ നോർമലി ആ മൂവിങ് ആവറേജ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഒരു ഡൈനാമിക് സപ്പോർട്ട് സോണുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ മൂവിങ് ആവറേജിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും താഴോട്ട് വരുമ്പോൾ ഈ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി പോവുകയും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാത്ത നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനും പറ്റും. അപ്പം ആ ഒരു റൂള് ഒരു ബിഗിനേഴ്സിന് 20 or 50 മൂവിങ് ആവറേജിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടുന്ന ഒരു റൂള് ഫോളോ ചെയ്യാം. സാർ ഇപ്പം പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിന് സാറിന് കൃത്യമായ ക്രൈറ്റീരിയകൾ ഉണ്ടെന്ന്. അപ്പം എന്താണ് ആ ക്രൈറ്റീരിയ? സാധാരണക്കാർ, ഇപ്പം നിങ്ങളിപ്പോൾ എക്സ്പേർട്ടുകളാണല്ലോ, അപ്പം തുടക്കക്കാരനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ മൊമെൻറ്റോ ഉള്ള സ്റ്റോക്കുകൾ ഏതാണ് നിലവിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഏത് സെക്ടർ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയാണ് മുകളിലോട്ട് പോകുന്നത്, പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റോക്കുകളും ബ്രേക്ക് ഔട്ടിന് റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പം നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്, ഓൾറെഡി മൊമെൻറ്റോ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഹയർ ടൈം ഫ്രെയിം വീക്ക്ലിയിൽ പോയപ്പോൾ അവിടെ ബ്രേക്ക് ഔട്ടിന് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, പ്ലസ് ആ ഇൻഡസ്ട്രിയും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ആ സ്റ്റോക്ക് നമുക്ക് വീക്ക്ലി ബ്രേക്ക് ഔട്ടിന് വേണ്ടി നമുക്ക് എടുക്കാം. ഇനി ചില സ്റ്റോക്കുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ വീക്ക്ലി ബ്രേക്ക് ഔട്ട് കഴിഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഓൾറെഡി ആ മൊമെന്റം വന്ന കൂടെ വീക്ക്ലി ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ടുണ്ടാവും. അത്തരം സ്റ്റോക്കുകൾ ചിലപ്പം പുൾ ബാക്കിന് വേണ്ടി കാരണം വീക്ക്ലി ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതുകൊണ്ട് ഇനിയും അതിന് ഒത്തിരി മുകളിലോട്ട് പോകാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും കറക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ പുൾ ബാക്ക് തരും. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് തരുന്ന സാഹചര്യത്തിലും നമുക്ക് ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊമെൻ്റം ഉള്ള സ്റ്റോക്കുകൾ എടുത്ത് വാച്ച് ലിസ്റ്റിലിട്ട് അതിൻ്റെ ഹയർ ടൈം ഫ്രെയിം നോക്കി ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടോ പുൾ ബാക്കിന് വേണ്ടിയിട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.